ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മാ ടേസ്റ്റ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കൊത്തു പൊറോട്ടയാണ്. അതിനായിട്ട് 5 പൊറോട്ട ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ പൊറോട്ടയാണ്. പൊറോട്ട തയ്യാറാക്കുന്ന വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന പൊറോട്ട ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. ഇപ്പോൾ എല്ലാ പൊറോട്ടയും മുറിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കടായി വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഞാൻ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. എണ്ണ നന്നായി ചൂടാകുമ്പോൾ ഇതിലേക്ക് 2 സവാള ചെറുതായി അരിഞ്ഞതും 2 പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. സവാള പെട്ടെന്ന് വാടി കിട്ടുവാൻ വേണ്ടി അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി ചെറുതായി ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് ഇതൊന്ന് സൈഡിലോട്ട് മാറ്റി വെച്ച് അതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. 3 മുട്ടയാണ് ഇതിനു വേണ്ടി ഞാനിവിടെ എടുക്കുന്നത്. മുട്ട ചേർത്തതിന് ശേഷം ഉടനെ മിക്സ് ചെയ്യരുത്. അത് വേവുന്നതിനനുസരിച്ച് പതുക്കെ വേണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ. നമുക്കിനി മുട്ടയിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ മുട്ട ചേർത്തിട്ട് പെട്ടെന്ന് തന്നെ അത് മിക്സ് ചെയ്യുകയാണെങ്കിൽ അത് വലിയ കഷ്ണങ്ങളായിട്ട് കിട്ടില്ല, അത് ചെറിയ കഷ്ണങ്ങളായിട്ട് പോകും. മുട്ട വേവുന്നതനുസരിച്ച് നമുക്കത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ മുട്ടയെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ചിക്കൻ കറിയും കൂടി ചേർത്ത് കൊടുക്കാം. ചെറിയ സൈസുള്ള ബോൺലെസ് ചിക്കനാണ് ഞാനിതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് എല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ച പൊറോട്ടയും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ പൊറോട്ടയും ചിക്കനും മുട്ടയും എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മസാലപ്പൊടിയും 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ കൊത്തു പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തട്ടുകടയിൽ കിട്ടുന്ന കൊത്തു പൊറോട്ട വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. ഇത് നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു.
ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.